ഈ വീക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഇലക്ട്രോണിക്സ് ഷോപ്പ് പ്രോബ്ലമാണ്. അതായത് ഒരു ബഡ്ജറ്റിൽ ഏറ്റവും എക്സ്പെൻസീവായ കീബോർഡ് ആൻഡ് USB ഡ്രൈവ് എങ്ങനെ നമുക്ക് വാങ്ങിക്കാം, അല്ലെങ്കിൽ ഏത് രീതിയിൽ അപ്രോച്ച് ചെയ്താൽ അതിനുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്താം എന്നാണ് ഈ വീക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വെൽക്കം ടു മൈ ചാനൽ തിങ്ക് ലേൺ കോഡ്. ഇപ്പോൾ നമ്മൾ ഈ പ്രോബ്ലം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ 3 വേരിയബിൾസാണ് തന്നിരിക്കുന്നത്. 3 വേരിയബിൾസ് എന്നല്ല, അതിനൊരു വേരിയബിളും 2 അറേസുമാണ് തന്നിരിക്കുന്നത്. ഒരു വേരിയബിൾ എന്ന് പറയുന്നത് ബഡ്ജറ്റാണ്, പിന്നെ 2 അറേസ് എന്ന് പറയുന്നത് കീബോർഡ്സിൻ്റെ ഒരു സെറ്റ് ഓഫ് പ്രൈസ് അറേയും അതുപോലെ ഡ്രൈവ്സിൻ്റെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിൾ വെച്ച് തന്നെ കൺസിഡർ ചെയ്തിട്ട് നമുക്ക് അതിനൊന്ന് ഡിസ്കസ് ചെയ്യാം. അതായത് ഇപ്പോൾ തന്നിരിക്കുന്നത് 60 വരുമ്പോൾ കീബോർഡ്സ് നമുക്ക് 40, 50 ആൻഡ് 60 ആണ് അതിൻ്റെ പ്രൈസ് റേഞ്ച്. അതുപോലെ ഡ്രൈവിൻ്റെ 5, 8, 12 എന്നും പറഞ്ഞ് തന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കോമ്പിനേഷൻസ് വരുന്ന സമയത്ത് ഇപ്പോൾ 40 + 5 45, അത് ബഡ്ജറ്റിൻ്റെ മുകളിൽ പോകുമോ ഇല്ലയോ എന്നാണ് നമുക്ക് നോക്കുന്നത്. മുകളിൽ പോകുമെങ്കിൽ അതിനെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്ത് കളയാം. ഇനി അതിൻ്റെ താഴെയാണെങ്കിൽ അതിനെ കൺസിഡർ ചെയ്യാം. അതാണോ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സമ്മ് എന്ന രീതിയിലാണ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത്. പിന്നെയുള്ള കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു രീതിയിലുള്ള കണ്ടീഷനും മെറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു -1 റിട്ടേൺ ചെയ്യണം. ഇതാണ് നമുക്കിപ്പം ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തതുപോലെ നമുക്കിവിടെ 3 ടൈപ്സ് ആണ് വേണ്ടത്. അതായത് ഒന്ന് വേരിയബിൾ, നമ്മുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ B എന്ന് പറഞ്ഞ് എടുത്തു. അപ്പം ഞാനൊരു ചെറിയ എക്സാമ്പിളിലൂടെ ഇതിനെ നമ്മളൊന്നും കൂടെ ഫുള്ളായിട്ട് അനലൈസ് ചെയ്യുകയാണ്. അതായത് എങ്ങനെയാണ് ഇതിൻ്റെ കോമ്പിനേഷൻസ് വരുന്നത്, അതിൻ്റെ ഫൈനൽ വാല്യൂ എങ്ങനെയാണ് വരുന്നതെന്നൊരു ജസ്റ്റ് ഒരു ബ്രീഫ് പോലെ തരാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാനിപ്പോൾ കൺസിഡർ ചെയ്തത് B എന്ന് പറഞ്ഞ് ഒരു ബഡ്ജറ്റ് വേരിയബിൾ വെച്ചു. അതിന് ഞാനൊരു വാല്യൂ കൊടുത്തു, അതായത് 10 എന്ന് പറഞ്ഞൊരു വാല്യൂ ഞാൻ കൊടുത്തു. പിന്നെ ഞാൻ 2 അറേസ് ഓൾറെഡി ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന പോലെ കീബോർഡ്സും പിന്നെ ഡ്രൈവ്സും. ഒരു ചെറിയ സൊല്യൂഷൻ തരാൻ വേണ്ടി ഞാൻ കീബോർഡിന് 2 സം വാല്യൂസ് എടുത്തു, കീബോർഡിൻ്റെ റേറ്റ് കാണിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ഡ്രൈവ്സിന് ഞാൻ കുറച്ച് വാല്യൂസ് എടുക്കുന്നു. ഇവിടെ ഞാൻ ഡ്രൈവ്സിനൊരു 3 വാല്യൂസാണ് എടുക്കുന്നത്. ഇനി ഇതിൻ്റെ കോമ്പിനേഷൻസ് ആണ് നമ്മളിവിടെ റൈറ്റ് ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ കീബോർഡിൻ്റെ ഫസ്റ്റ് എലമെൻറ്റ് എടുക്കുമ്പോൾ ഡ്രൈവ്സിൻ്റെ ഒരു എലമെൻറ്റ് എടുക്കുമ്പോൾ എത്രയാണ് സമ്മ് വരുന്നത്. അതുപോലെ നമ്മൾ ഐട്രേറ്റ് ചെയ്ത് ഓരോ എലമെൻറ്റ്സിനും തമ്മിലുള്ള കോമ്പിനേഷൻസ് നോക്കും. ഇപ്പോൾ കീബോർഡിൻ്റെ ഫസ്റ്റ് പ്ലസ് ഡ്രൈവിൻ്റെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ആ ഒരു കോമ്പിനേഷൻസ് ആയിരിക്കും നമ്മളിവിടെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ നോക്കുന്നു. അതായത് കീബോർഡിൻ്റെ ഫസ്റ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ 3 ആണ് നമുക്ക് വരുന്നത് ഫസ്റ്റ് വാല്യൂ. അപ്പോൾ നമ്മൾ ഡ്രൈവിൻ്റെ ഫസ്റ്റ് വാല്യൂ അതിൻ്റെ കൂടെ തന്നെ എടുക്കുമ്പോൾ 3 + 5 നമുക്ക് 8 വന്നു. പിന്നെ നമ്മൾ ചെക്ക് ചെയ്യുകയാണ്, 8 എന്ന് പറയുന്ന വാല്യൂ നമ്മുടെ ബഡ്ജറ്റിൻ്റെ മുകളിലാണ് താഴെയാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ താഴെയാണ്. അപ്പോൾ നമുക്കിത് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന സാഹചര്യമാണ്. സെക്കൻഡ് കണ്ടീഷൻ 3 + 2 എന്ന് പറയുമ്പോൾ നമുക്ക് വന്നു 5 എന്ന് പറഞ്ഞു. അത് 8നേക്കാളും താഴെയാണ്. അപ്പോൾ അത് അത്ര എക്സ്പെൻസീവ് അല്ല. നമ്മുടെ കേസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള വാല്യൂ കണ്ടുപിടിക്കുക എന്നാണ് നമ്മുടെ കണ്ടീഷൻ. അടുത്ത് നമുക്ക് നോക്കുന്നത് 3 + 8, ആ കോമ്പിനേഷൻ വരുമ്പോൾ 11 എന്ന് പറയുന്നത് നമ്മുടെ ബഡ്ജറ്റിനേക്കാളും മുകളിലാണ്. സോ നമ്മളത് കൺസിഡർ ചെയ്യുന്നേയില്ല. ആ കണ്ടീഷൻ നമ്മൾ ടോട്ടലായിട്ട് നെഗ്ലക്റ്റ് ചെയ്ത് കളയാണ്. ഇനി വീണ്ടും നമ്മൾ അടുത്ത കണ്ടീഷൻസ് എടുത്ത് പോകുമ്പോൾ 1 + 5 വരുമ്പോൾ 6 വരുന്നു. പിന്നെ 1 + 2 വരുമ്പോൾ 3 വരുന്നു. ഇങ്ങനെ ഓരോ കണ്ടീഷൻ വരുന്നു. പിന്നെ നോക്കുമ്പോൾ 1 + 8 ആണ് വരുന്നത്. 1 + 8 എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്നൊരു വാല്യൂ എന്ന് പറയുന്നത് 9 ആണ്. ഇപ്പം കൺസിഡർ ചെയ്ത ഈ സെനാരിയോസിൽ ഏറ്റവും ടോപ്പ് നിൽക്കുന്ന 9 ആണ്. അതായത് എക്സ്പെൻസീവ് ആയിട്ടുള്ള വാല്യൂയും വന്നു, അതോടൊപ്പം തന്നെ നമ്മുടെ റിക്വയർമെൻറ്റ്സ് എല്ലാം മീറ്റ് ആയി. അതായത് നമ്മുടെ ബഡ്ജറ്റിന് നമ്മൾ പോയിട്ടുമില്ല, ഏറ്റവും എക്സ്പെൻസീവ് ആണ് താനും. അങ്ങനെ കൺസിഡർ ചെയ്ത് നോക്കുമ്പോൾ ഓക്കെ, 9 ആണ് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. 9 ആണ് നമ്മുടെ റിട്ടേൺ ആയിട്ട് പോകേണ്ടത്. ഇനി ഇവിടെ ഇപ്പം 9 ആയിട്ട് വരുന്നില്ല. എല്ലാ വാല്യൂസും എപ്പോഴും ഇതിൻ്റെ മുകളിലാണ്, നമ്മുടെ ബഡ്ജറ്റിൻ്റെ മുകളിലാണ് നമ്മൾ ഫൈനലായിട്ട് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ. നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിരിക്കുന്ന പോലെ -1 ആണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ 2 സെനാരിയോസ് നോക്കാം. നമ്മളെങ്ങനെ 2 രീതിയിലാണ് അപ്രോച്ച് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തു. അതായത് ഒന്ന് നോൺ ഒപ്റ്റിമലും ഒന്ന് ഒപ്റ്റിമലും. ആദ്യം നമുക്ക് സ്യൂഡോ കോഡ് എഴുതി തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതായത് സ്യൂഡോ കോഡ് എന്ന് പറയുമ്പോൾ പറഞ്ഞായിരുന്നു, നമ്മൾ ലോജിക്ക് എങ്ങനെ ചിന്തിക്കുകയോ ആ ലോജിക്കിനെ ജസ്റ്റായിട്ട് എഴുതുന്നു. നോർമൽ ഇംഗ്ലീഷിലാവാം, നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാവാം, എങ്ങനത്തെ രീതിയിൽ എഴുതുന്നതിനാണ് സ്യൂഡോ കോഡ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ഫസ്റ്റ് കേസ്, അതായത് നോൺ ഒപ്റ്റിമൽ സൊല്യൂഷനിൽ ഞാൻ സ്യൂഡോ കോഡ് എഴുതുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം പ്രൈസ് എന്ന് പറഞ്ഞൊരു അറേ എടുത്തു. നമ്മുടെ ടോട്ടൽ സമ്മുകൾ എന്ത് വരുന്നതിന് നമ്മൾ ആപ്പൻഡ് ചെയ്യാൻ വേണ്ടി ഒരു അറേ എടുത്തു. ഇനി നമ്മൾ ലൂപ്പാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ലൂപ്പ് യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ എഴുതുന്നതെന്നില്ല. ഞാൻ അതിൻ്റെ കണ്ടീഷൻസ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തു. അതായത്
ഫോർ ഈച്ച് കീവേഡ്സ് പ്രൈസ് ഇൻ കെ, അതായത് എൻ്റെ കീബോർഡുകളുടെ പ്രൈസിനെല്ലാം 1 by 1 ആയിട്ട് ഞാൻ ലൂപ്പ് ത്രൂ കൺസിഡർ ചെയ്യുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. രണ്ടാമത്തെ ലൂപ്പ് ഞാൻ അതേപോലെ തന്നെ എഴുതുന്നു. അതായത് എനിക്ക് ഇതിൻ്റെ കോമ്പിനേഷൻസ് ആണ് വേണ്ടത്. അപ്പം പ്രൈസിൻ്റെ ഫസ്റ്റ് എലമെൻറ്റിലെ പ്രൈസ് എടുക്കും, ഫസ്റ്റ് അറേയിലെ എലമെൻ്റ് എടുക്കുമ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള എലമെൻറ്റ് സെക്കൻഡ് അറേയിൽ നമ്മൾ, അപ്പം ഞാൻ അതിൻ്റെ ഉള്ള ലൂപ്പ് എഴുതുന്നു. എന്നിട്ട് അതിനെ ഡി എന്നൊരു വേരിയബിൾ പോലെ സൂചിപ്പിക്കുന്നു. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു ടോട്ടൽ സമ്മ് ഞാൻ എടുക്കുന്നു. ഈ ടോട്ടൽ സമ്മിനെ ഞാൻ നമ്മുടെ പ്രൈസ് എന്ന് പറഞ്ഞ ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്ത അറേയിലോട്ട് നമ്മൾ അപ്പൻഡ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. ഈ ഒരു മെത്തേഡാണ് നമ്മൾ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്. അങ്ങനെ മൊത്തത്തിൽ പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇതിനെ ഒന്ന് ഫിൽട്ടർ ചെയ്യുകയാണ്. അതായത് നമുക്ക് വേണ്ടാത്തതും വേണം. അതായത് ഇപ്പോൾ നമുക്ക് വെച്ചാൽ എല്ലാ വാല്യൂസിനും നമ്മൾ നമ്മുടെ അറേയിലോട്ട് ഇട്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ പ്ലസ് നമ്മുടെ ബഡ്ജറ്റിൻ്റെ മുകളിലാണോ താഴെയാണോ അങ്ങനെയൊന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. നമ്മൾ ഡയറക്റ്റായിട്ട് എന്ത് വാല്യൂ കിട്ടുന്നോ അതിനെ നമ്മുടെ അറേയിലോട്ട് അപ്പൻഡ് ചെയ്തു. ആ ഒരു കണ്ടീഷനിലാണ് നമ്മളിവിടെ പോയിരിക്കുന്നത്. അങ്ങനെ കണ്ടീഷനോടെ പോകുന്ന സാഹചര്യത്തിൽ ഇവിടെ നോക്കുമ്പോൾ നമ്മൾ അറേ ഭയങ്കര വലുതാണ്. അപ്പോൾ നമ്മളിനി വാലിഡ് ആയിട്ടുള്ള അറേസിനെ മാത്രം എടുക്കുന്ന രീതിയിൽ നമ്മളിതിനെ ഒന്നുകൂടെ കമ്പൈൻ ചെയ്ത് നമ്മൾ വേറെ അറേയിലോട്ട് മാറ്റുന്നു. എന്നിട്ട് ആ അറേയിൽ നിന്ന് നമ്മളൊരു രണ്ട് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് സോർട്ട് ചെയ്തിട്ട് ഏറ്റവും ഫസ്റ്റ് വരുന്ന വാല്യൂ ഏത് സോർട്ടാണോ നമ്മൾ ചൂസ് ചെയ്യുന്നത് അതിൽ അനുസരിച്ച്, ഇപ്പം അസെൻഡിങ് വരുന്നു ഡിസെൻഡിങ് വരുന്നു, അപ്പോൾ ഏത് സോർട്ടാണോ, ഇപ്പോൾ നോർമൽ നമ്മൾ ചെയ്യുമ്പം ടോപ്പ് ടു ബോട്ടമാണ് വരുന്നത്. അപ്പം ഏറ്റവും ആദ്യത്തെ എലമെൻറ്റിനടുത്ത് നമ്മൾ കൊടുക്കുന്നു. ഇനി അതല്ലെങ്കിൽ നമുക്ക് മാക്സ് എന്ന് പറഞ്ഞ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. മാക്സ് എന്ന് പറയുമ്പോൾ ഏതിലാണോ മാക്സ് വാല്യൂ എടുക്കുന്നത് ആ ഒരു കണ്ടീഷൻ നമുക്ക് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഈ വാലിഡ് എന്ന് പറയുന്ന അറേക്കകത്ത് ഒരു വാല്യൂസും ഇല്ലെങ്കിൽ, അതായത് എല്ലാം ഓവർ ബഡ്ജറ്റാണ്, നമ്മൾ റിട്ടേൺ ചെയ്യുന്നത് -1 ആണ്. നമുക്കത് ക്വസ്റ്റ്യനിൽ അങ്ങനെ തന്നെ ആ എഡ്ജ് കേസസിനെ മെൻഷൻ ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് പിന്നെ റീതിങ്ക് ചെയ്യേണ്ട കാര്യമില്ല. ഇനി അങ്ങനെ അല്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ നമ്മുടെ മാക്സ് വാല്യൂ റിട്ടേൺ ചെയ്യുന്നു എന്ന രീതിയിൽ നമ്മൾ സ്യൂഡോ കോഡ് എഴുതി. ഇപ്പോൾ നമ്മൾ ഈ സ്യൂഡോ കോഡിലൂടെ നമ്മൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത് നമുക്ക് ബേസിക്കായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മുടെ ലാംഗ്വേജിലാണ് നമ്മൾ ഇതിനെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഫുൾ അനലൈസ് ചെയ്യാം, എങ്ങനെ നമുക്ക് അപ്രോച്ച് ചെയ്യാം, ഏത് രീതിയിൽ നമുക്ക് ഓൾട്ടർ ചെയ്യാം എന്ന രീതിയിൽ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാം. ഇപ്പം ഞാൻ ഇവിടെ നമ്മുടെ പ്രോഗ്രാം എഴുതാൻ വേണ്ടി തുടങ്ങുകയാണ്. അതിപ്പോൾ ഞാൻ എങ്ങനെയാണോ നമ്മുടെ സ്യൂഡോ കോഡ് എഴുതിയേക്കുന്നത് അതിനെ അങ്ങനെ തന്നെയാണ് ഞാൻ ഇവിടെ കൺവേർട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് അതിനെ ഒപ്റ്റിമലാക്കാൻ വേണ്ടി ഞാനിവിടെ ശ്രമിക്കുന്നില്ല. നമ്മൾ അടുത്ത കണ്ടീഷനാണ് അത് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ ഡെഫ് എന്ന് പറഞ്ഞ നമ്മുടെ കീവേഡ് എഴുതി. അപ്പോൾ ഈ കീവേഡ് നമ്മൾ ഡിഫൈൻഡ് ആയിട്ടുള്ളതാണ്. ഡെഫിനിഷനെ ഷോർട്ട് ആക്കിയിട്ട് നമ്മൾ പൈത്തണിൽ യൂസ് ചെയ്യുന്നതാണ്. എൻ്റെ ഓരോ പ്രോഗ്രാമിലും ഞാൻ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് തന്നെയായിരിക്കും എഴുതുന്നത്. എക്സാമ്പിൾസ് പറയുമ്പോൾ മാത്രം, ചെറിയ ചെറിയ എക്സാമ്പിൾസ് പറയുമ്പോൾ മാത്രമേ ചിലപ്പോൾ ഫംഗ്ഷൻ യൂസ് ചെയ്യാത്തുള്ളൂ. എന്നിട്ട് ഞാൻ എൻ്റെ ഫംഗ്ഷന് നെയിം കൊടുക്കുന്നു. അപ്പോൾ എപ്പോൾ നമ്മൾ ഫംഗ്ഷന് നെയിം കൊടുത്താലും റാൻഡം നെയിംസിന് പകരം എന്താണോ നമ്മുടെ റിക്വയർമെൻറ്റ്, ഇപ്പം സ്മോൾ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണോ വേണ്ട അതനുസരിച്ച് നെയിം കൊടുക്കുക. അല്ലെങ്കിൽ വലിയൊരു പ്രോബ്ലമാണ് നിങ്ങൾ സോൾവ് ചെയ്യുന്നത്, വലിയ പ്രൊജക്റ്റിൻ്റെ ഒരു ഭാഗമാണെങ്കിൽ ഏറ്റവും പെട്ടെന്ന് അതിനെ എങ്ങനെ മനസ്സിലാക്കുക എന്ന രീതിയിൽ തന്നെ ഒരു ഫംഗ്ഷൻ നെയിം കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഇവിടെ ഞാൻ നമ്മുടെ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ നമ്മുടെ സ്പെൻഡിങ്സ് കാണിക്കാൻ വേണ്ടിയാണ് വരുന്നത്. അപ്പോൾ എന്ത് കേസാണ് എന്ന് കൺസിഡർ ചെയ്ത് ഞാൻ ഗെറ്റ് മണി സ്പെൻഡ് എന്നും പറഞ്ഞൊരു കണ്ടീഷൻ, ആ നെയിമാണ് ഞാൻ എൻ്റെ ഫംഗ്ഷൻ കൊടുക്കുന്നത്. എന്നിട്ട് പാരാന്തസിസ് ഞാൻ കൊടുക്കുന്നു. അതിനുള്ളിൽ വേരിയബിൾസിനെ പാസ് ചെയ്യുന്നു. വേരിയബിൾസ് എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന എന്തൊക്കെയാണോ അതിന് ഞാൻ അങ്ങനെ എൻ്റെ ഫംഗ്ഷനിലോട്ട് കിട്ടാൻ വേണ്ടിയാണ് ഞാനത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കീബോർഡ്സ് ഡ്രൈവ്സ് ബി എന്ന് പറയുന്നത് ബഡ്ജറ്റിനെ സൂചിപ്പിക്കാനാണ് കൊടുത്തിരിക്കുന്നത്. ഇനി കീബോർഡിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ അറേനെ അങ്ങനെ തന്നെയാണ് ഇവിടെ പാസ് ചെയ്യുന്നത്. ഡ്രൈവ്സിനെ പാസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണോ നമ്മൾ റിക്വയർമെൻ്റ് ആയിട്ട് കൊടുക്കുന്നത് നമ്മുടെ ആ ഡ്രൈവ്സ് വാല്യൂസാണ് കൊടുക്കുന്നത്. ഇനി ഇവിടെ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിരിക്കുന്ന നേരത്തെ പ്രൈസ് എന്ന് സ്യൂഡോ കോഡിൽ മെൻഷൻ ചെയ്ത അതേ അറേനെ സം എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. ഇനി ഈ സമ്മിലോട്ടായിരിക്കും നമ്മുടെ വാല്യൂസിനെ മൊത്തം സോൾവ് ചെയ്യുന്നത്. അപ്പം ഇനി നമ്മൾ നേരത്തെ കൊടുത്ത് ഫോർ ഈച്ച് കീബോർഡ്സ് പ്രൈസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുത്തത്. അപ്പം നമ്മളിവിടെ നമുക്ക് ലൂപ്പിന് പല കണ്ടീഷൻ ഉള്ള ഫോർ ഐ ഇൻ റേഞ്ച് അങ്ങനെ പലത് കൊടുക്കാം. പക്ഷേ ഇവിടെ ഞാൻ ഇൻ എന്ന കീവേഡ് യൂസ് ചെയ്തതിന് എടുക്കുന്നത്, അതായത് ഫോർ കെ ഇൻ കീബോർഡ്സ്. ഫോർ കെ ഇൻ കീബോർഡ്സ് എന്ന് പറയുമ്പം എൻ്റെ കീബോർഡ്സ് എന്ന് പറയുന്ന അറയിലെ ഓരോ എലമെൻസിനെ എടുക്കാനാണ് ഞാനിവിടെ ഇൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇൻ എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ മെയിനായിട്ട് നമ്മുടെ പൈത്തൺ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നത്. നമ്മൾ പറയുമ്പോൾ ഐ ഇൻ റേഞ്ച് എന്നൊക്കെ പറയൂലേ, അപ്പം ഇൻ റേഞ്ച് എന്ന് പറയുന്നത് പോലെ തന്നെ എൻ്റെ ഡയറക്റ്റ് കീബോർഡ്സിലെ വാല്യൂസിനെ അങ്ങനെ തന്നെ ഫെച്ച് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഐ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ
എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്, ആ ഒരു ഇൻഡെക്സിന് എടുക്കുന്ന പോലെ അല്ലേ. അപ്പോൾ ഞാൻ ഇൻഡെക്സ് എടുക്കാണ്ട് ഡയറക്റ്റ് വാല്യൂവിനെ തന്നെ എടുത്തു. അതുപോലെ തന്നെ എൻ്റെ അടുത്ത അറേസിനെ ഞാൻ ഡ്രൈവ്സ് എന്ന് പറഞ്ഞ അറേസിനെ ഡി എന്നൊരു വാല്യൂ വെച്ച് എടുക്കുന്നു. ഇനി ഇതിനെ രണ്ടിനെയും അപ്പൻഡ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ സമ്മിനെ നമ്മൾ നമ്മുടെ സംസിലോട്ട് അപ്പൻഡ് ചെയ്തു. അപ്പൻഡ് എന്ന് പറഞ്ഞ കീവേഡ് ഞാൻ യൂസ് ചെയ്തു. ഒരു അറയിലോട്ട് ആഡ് ചെയ്ത് ഒരു അറയുടെ എൻഡിലാണ് ഈ അപ്പൻഡ് എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്ത് നമ്മൾ ആഡ് ചെയ്ത് പോകുന്നത്. ഇതിപ്പം ആദ്യം അതിൻ്റെ അകത്തൊരു 5 എലമെൻ്റ് ഉണ്ട്, 6ാമതായിട്ടായിരിക്കും ഈ അപ്പൻഡ് ശരിക്കും ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. ഇനി നമ്മൾ ഇതിനെ അടുത്ത സ്റ്റേജിലോട്ട് കൺസിഡർ ചെയ്യണം. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് എന്ത് വാല്യൂസ് കിട്ടിയാലും നമ്മൾ അറയിലോട്ട് സ്റ്റോർ ചെയ്യുന്ന പോലെയാണ് എഴുതിയേക്കുന്നത്. അവിടെ നമ്മൾ കണ്ടീഷൻസ് ഒന്നും ചെക്ക് ചെയ്തിട്ടില്ല. ഇനി നമ്മൾ ഇതിനെ കണ്ടീഷൻസ് ഒക്കെ ചെക്ക് ചെയ്ത് നമ്മൾ വേറൊരു അറയിലോട്ട് കൊടുക്കുന്നു. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ലിസ്റ്റ് കോംപ്രിഹെൻഷൻ എന്ന് പറയും. എൻ്റെ എല്ലാ പ്രോഗ്രാം വരുന്ന സീരീസുകളിലാണെങ്കിലും ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ നോക്കുന്ന ഒരു മെത്തേഡായിരിക്കും ലിസ്റ്റ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത്. കാരണം അത് കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലി ആണ്. പെട്ടെന്ന് നമുക്ക് സിംഗിൾ ലൈനിൽ നമ്മുടെ മൊത്തത്തിലുള്ള കണ്ടീഷൻ എഴുതാം പിന്നെ അറേസിൻ്റെ കേസസ് വരുമ്പോൾ. അപ്പോൾ ഇവിടെ ഞാൻ അങ്ങനെ ഒരു കണ്ടീഷൻ എടുക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ അതിനെ അറയിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ നോക്കി ടോട്ടൽ എന്ന് പറഞ്ഞൊരു സംഭവമാണ് ഞാൻ ഔട്ട്പുട്ടായിട്ടായിരിക്കും വരുന്നത് നമ്മൾ അറയിലോട്ട് കൊടുക്കുന്നത്. അപ്പം ഞാൻ അവിടെ ലൂപ്പ് എഴുതുകയും ചെയ്തു. ആ ലൂപ്പിൻ്റെ കൂടെ തന്നെ ഞാൻ കണ്ടീഷൻ എഴുതി. എന്താണ് എൻ്റെ കണ്ടീഷൻ, അതായത് ഇപ്പം ടോട്ടൽ <= ബഡ്ജറ്റ് എന്ന് പറഞ്ഞ കണ്ടീഷനും ഞാൻ എഴുതിയിട്ടാണ് ഞാൻ ഈ ലിസ്റ്റ് കോംപ്രഷനിലോട്ട് കൊടുത്തിരിക്കുന്നത്. ലിസ്റ്റ് കോംപ്രഷൻ യൂസ് ചെയ്തിട്ട് നമ്മുടെ വാല്യൂയിലോട്ട് കൊടുത്തിരിക്കുന്നത്, അറയിലോട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ വേണമെങ്കിൽ ഞാനൊരു ഷോർട്ട് ആയിട്ട് ഞാൻ എന്തൊക്കെയാണ് ആ ലിസ്റ്റ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നതിനെക്കുറിച്ച് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇനി നമ്മുടെ കണ്ടീഷൻസ് നോക്കാം. നമുക്ക് ഒരു എഡ്ജ് കേസ് ഉണ്ട്. എന്താണ് എഡ്ജ് കേസ്? ഒരു വാല്യൂസും നമ്മുടെ ഈ രണ്ടാമത്തെ അറയിൽ ഇല്ലെങ്കിൽ നമ്മളതിനെ -1 റിട്ടേൺ ചെയ്യണം. നമ്മൾ ആ കണ്ടീഷൻസ് അങ്ങനെ എഴുതുന്നു. ഇനി നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തു. ഒന്നേ സോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മാക്സിമം വാല്യൂ എടുക്കാം. ഇപ്പോൾ മാക്സിമം മിൻ എന്നൊക്കെ പറയുന്നത് പൈത്തണിലെ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഓരോരോ ഫങ്ഷൻസ് ആണ്. ഈസി പർപ്പസിന് വേണ്ടി നേരത്തെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ മാക്സ് കാണാൻ വേണ്ടി ഓരോന്ന് ചെക്ക് ചെയ്യണം, അങ്ങനത്തെ കണ്ടീഷൻസ് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ മാക്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ അറയിലുള്ള ഏറ്റവും മാക്സിമം വാല്യൂ ഏതോ അതിനെ റിട്ടേൺ ചെയ്യുന്നത്. ഏറ്റവും മാക്സിമം എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് വെച്ചതുകൊണ്ട് എങ്ങനെ പോയാലും നമ്മുടെ ബഡ്ജറ്റിന് മുകളിൽ പോകില്ല, ബഡ്ജറ്റിന് താഴെ തന്നെ ആയിരിക്കും. ആ ബഡ്ജറ്റിൻ്റെ താഴെയുള്ളതിൽ ഏറ്റവും വലിയ വാല്യൂസിനാണ് നമുക്ക് വേണ്ടത്. അങ്ങനെയാണ് നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ മാക്സിമം വാല്യൂ ഇവിടെ റിട്ടേൺ ചെയ്യുന്നു. അപ്പോൾ വാലിഡിലെ മാക്സിമം വാല്യൂ കിട്ടുന്നു. ഇപ്പോൾ നമ്മൾ എന്ത് ഇൻപുട്ട് വന്നാലും അതിനെ നമ്മുടെ പ്രോബ്ലം അനലൈസ് ചെയ്ത് ഈ റിട്ടേൺ നമുക്ക് കറക്റ്റായിട്ട് തന്നോളൂ. ഓക്കെ, ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൻ്റെ കണ്ടീഷൻ നമുക്ക് big(n)(m) എന്ന് പറയാം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റത്തെ ഒരു കീബോർഡിൻ്റെ ഒരു ലൂപ്പ് m എലമെൻസും അതുപോലെ ഡ്രൈവ്സിൻ്റെ ഒരു ലൂപ്പിനെ നമ്മൾ m ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ പറയാം. ഇനി അതിൻ്റെ കൂടെ തന്നെ ഇവിടെ നമ്മളൊരു സോർട്ടിങ് യൂസ് ചെയ്യുന്നുണ്ട്. മാക്സ് എലമെൻറ്റ് കാണുമ്പോൾ അതിൻ്റെ ഇൻറ്റേർണൽ ഒരു സോർട്ടിംഗ് ആണ് നടക്കുന്നത്. അപ്പം സോർട്ടിങ്ങിൻ്റെ കണ്ടീഷൻസ് എപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അവിടെ വരുന്നത് ഒരു ലോഗ് ആയിരിക്കും നമ്മൾ കോംപ്ലക്സിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് വരുന്നത്. അപ്പം big(n)(m) അതിൻ്റെ കൂടെ മൾട്ടിപ്ലൈഡ് വിത്ത് log(n)(m) അങ്ങനെയാണ് കോംപ്ലക്സ്. അത് ഭയങ്കര സിസ്റ്റത്തിൻ്റെ ഒരു എന്താണ് എക്സ്ട്രീം യൂസാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത്. ഞാൻ ഓൾറെഡി നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ അതിൻ്റെ ഒരു ചാർട്ട് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഇതിൻ്റെ റേഞ്ചസ് പോകുന്നത്, big(1), big(n), അതിൻ്റെ ഏത് രീതിയിലാണ് അതിൻ്റെ റേഞ്ചസ് പോകുന്നതെന്ന് ഞാൻ ആ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യാം. അതായത് എങ്ങനെയാണ് ഇതിന് ഒപ്റ്റിമലായിട്ട് എന്തൊക്കെ രീതിയിൽ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനെ നമുക്കൊരു നല്ല രീതിയിൽ എത്തിക്കാൻ പറ്റുന്നത് എന്ന് നമുക്ക് നോക്കാം. അതായത് ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രം വരുത്തുമ്പോഴാണെങ്കിൽ നമുക്ക് ഇതിന് ഒപ്റ്റിമിസ്റ്റിക് സൊല്യൂഷൻ ആകും. കാരണം ജനറൽ സൊല്യൂഷനിൽ നിന്ന് മറ്റേതിലോട്ട് മാറ്റാൻ വലിയ ചേഞ്ചസ് ഇല്ല. നമ്മുടെ കോംപ്ലക്സിറ്റികളൊന്ന് കൺസിഡർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ അങ്ങനെ എപ്പോഴും എഴുതുന്നത്. ഇവിടെ നമ്മുടെ ഒപ്റ്റിമൽ സൊല്യൂഷനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്ത പ്രോബ്ലത്തിൻ്റെ അതേ ഒരു സെനാരിയോ തന്നെയാണ് അപ്രോച്ച് ചെയ്യുന്നത്. പക്ഷേ ചെറിയ മാറ്റങ്ങൾ നമ്മൾ ലൂപ്പ് കൺസിഡർ ചെയ്യുന്നു, അതെല്ലാം സെയിം ആണ്. കാരണം നമുക്ക് ഇവിടെ വേണ്ടത് കോമ്പിനേഷൻസ് ആണ്. പക്ഷേ നേരത്തെ നമ്മൾ കൺസിഡർ ചെയ്ത ഒരു അറയിലോട്ട് സ്റ്റോർ ചെയ്യുന്നവരാണ്. പക്ഷേ ഇവിടെ നമ്മൾ ചെറിയ ചേഞ്ച് വരുത്തി അതിനൊരു വേരിയബിൾ ആക്കുന്നു. അവിടെ തന്നെ നമ്മുടെ സ്പേസ് കോംപ്ലക്സിറ്റി നമ്മൾ കൺസിഡർ ചെയ്ത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ അതിലോട്ടൊരു -1 എന്ന് പറഞ്ഞ വാല്യൂവിനെ കൊടുക്കുകയാണ്. -1 എന്ന് പറയുന്നൊരു വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ എഡ്ജ് കേസിൽ തന്നിരിക്കുന്ന പോലെ നമുക്ക് ഒരു വാല്യൂസും കിട്ടിയില്ലെങ്കിൽ റിട്ടേൺ ചെയ്യുക എന്നതാണ്. അതായത് ഇവിടെ ഞാൻ അതിന് ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ ഒരു കമൻ്റായിട്ട് തന്നെ ആഡ് ചെയ്യുന്നുണ്ട്. അതായത് നോട്ട് യെറ്റ് ഫൗണ്ട് മൈ വാലിഡ് പെയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. ഇനി മുമ്പോട്ട് പോകുമ്പോൾ നെക്സ്റ്റ് നമ്മുടെ ലൂപ്പിനെ എഴുതുന്നു. ലൂപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു k എന്നൊരു വേരിയബിൾ എടുത്തിട്ട് കീബോർഡ്സ് നമുക്ക് വേണ്ട പേഴ്സിനെ നമ്മൾ ഐട്രേറ്റ് ചെയ്ത് പോകുന്നു. അതുപോലെ തന്നെ
തൊട്ടടുത്ത ഒരു അറേ ഉണ്ട്, അത് ഡ്രൈവ് എന്ന് പറഞ്ഞ അറേനെ കൺസിഡർ ചെയ്ത് ഇതിൻ്റെ രണ്ടിൻ്റെ കോമ്പിനേഷൻസ് കാൽക്കുന്നു. എങ്ങനെയാണോ നമ്മൾ ഫസ്റ്റ് സെനാരിയോയിൽ എഴുതിയത്, അതായത് നോൺ ഒപ്റ്റിമിസ്റ്റിക് പ്രോബ്ലത്തിൽ എഴുതിയത്, അതുപോലെ തന്നെയാണ് നമ്മൾ ഇവിടെ എഴുതുന്നത്. പക്ഷേ നമ്മൾ നേരത്തെ അറേയിലോട്ട് കൊടുത്തിരുന്നതിന് പകരം ഒരു വേരിയബിൾ യൂസ് ചെയ്യുന്നത് മാത്രം. ഇനി രണ്ടാമത് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ അറേയിലോട്ട് സ്റ്റോർ ചെയ്യണം. എന്ത് കോമ്പിനേഷൻ വന്നാലും അതിൻ്റെ സം എടുത്തിട്ട് ഡയറക്റ്റ് അറേയിലോട്ട് ഡംപ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മളവിടെ കണ്ടീഷൻസ് ചെക്ക് ചെയ്യുന്നില്ല. കാരണം നമ്മൾ ലാസ്റ്റ് പിന്നെ ഒരു കോംപ്രഹെൻഷൻ മെത്തേഡിൽ എഴുതിയിട്ടാണ് നമ്മൾ വാല്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അതിനെല്ലാം പകരമാണ് നമ്മൾ ഇങ്ങനൊരു അപ്രോച്ച് ചെയ്യുന്നത്. മൊത്തത്തിൽ നമുക്ക് ആ സോർട്ടിങ്ങിനെ ഇല്ലാണ്ടാക്കേണ്ടത്. ആ ലോഗ് എന്ന് പറയുന്ന ടൈം കോംപ്ലക്സിറ്റിയിൽ വരുന്ന മെത്തേഡിനെ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പം ടോട്ടൽ എന്ന് പറഞ്ഞ് എനിക്ക് ഈ രണ്ട് വാല്യൂസിൽ നിന്നും കിട്ടുന്ന പേഴ്സിനെ ഞാൻ സം ചെയ്തിട്ട് ടോട്ടൽ എന്ന് കിട്ടും. ഇനി ഈ ടോട്ടൽ എന്ന് പറയുന്ന ഓരോ കണ്ടീഷൻസ് വരുമ്പോഴും ചിലപ്പോൾ റീപ്ലേസ് ചെയ്യാം, ചിലപ്പോൾ വിട്ടുപോകും. അപ്പോൾ അതിന് പകരം ഞാൻ എൻ്റെ ബെസ്റ്റ് എന്ന് പറഞ്ഞ ആ വാല്യൂലോട്ട് ഒരു ഈഫ് കണ്ടീഷൻ വെച്ച് ചെക്ക് ചെയ്തിട്ട് വിടുന്നു. അതായത് ഈഫ് കണ്ടീഷൻ വെക്കുമ്പോൾ എൻ്റെ ഇപ്പോൾ കിട്ടിയ ടോട്ടൽ നമ്മുടെ ബഡ്ജറ്റിനേക്കാളും ചെറുതാണോ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണോ എന്ന് ചെക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എൻ്റെ ബെസ്റ്റ് എന്ന് പറയുന്ന വാല്യൂലോട്ട് ഞാനിതിനെ പുഷ് ചെയ്തു. പക്ഷേ ഞാനവിടെ കൺസിഡർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഒരു ആൻഡ് ഓപ്പറേഷൻ വെച്ചിട്ട് ഈ ടോട്ടൽ ഗ്രേറ്റർ ദാൻ ബെസ്റ്റ് ആണോ എന്ന് നോക്കുക. ഇപ്പം നിലവിലുള്ള ബെസ്റ്റിനേക്കാളും വലുതാണ്. കാരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയും നമുക്ക് കിട്ടുന്ന വാല്യൂ 7ഉം ബെസ്റ്റ് പറഞ്ഞ് 6 തന്നിട്ടുണ്ട്. നമ്മൾ ആ രണ്ട് കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് രണ്ട് സാറ്റിസ്ഫൈ ആണെങ്കിൽ മാത്രമേ നമ്മളതിനെ കൊടുക്കുള്ളൂ. ഇപ്പോൾ ആൻഡ് എന്ന് പറയുന്നത് ആൻഡ് ഓർ എന്നുള്ള ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് കോമ്പിനേഷൻസ് ട്രൈ ചെയ്യാൻ വേണ്ടിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, അത് അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് വരുന്നതാണ് ഓരോ അങ്ങനത്തെ മെത്തേഡ്. അപ്പോൾ ഞാൻ നമ്മുടെ ബെസ്റ്റ് വാല്യൂ റിട്ടേൺ ചെയ്യുന്നു. അങ്ങനെ സ്യൂഡോ കോഡ് കംപ്ലീറ്റ് ആയ സ്ഥിതിക്ക് ഞാൻ നമ്മുടെ പ്രോഗ്രാമിലോട്ട് പോവാം. ഞാൻ ഓൾറെഡി നമ്മുടെ ഫസ്റ്റ് കേസസുകളിൽ പറഞ്ഞു എന്താണ് ഈ സ്യൂഡോ കോഡ് എഴുതുമ്പോൾ സ്പെല്ലിങ്ങൾ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തില്ലെങ്കിലും നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതി വെച്ചാൽ മതി. പക്ഷേ പ്രോഗ്രാം എഴുതുന്ന സാഹചര്യത്തിൽ സ്പെല്ലിങ്സ് എല്ലാം കറക്റ്റ് നോക്കണം. ഇല്ലെങ്കിൽ നമ്മൾ പിന്നീട് അതിനെ റീയൂസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പം വേരിയബിൾസ് മിസ്മാച്ച് വരുന്ന രീതിയിലാവാം. ഇനി നമുക്ക് നമ്മുടെ ഫംഗ്ഷനിലോട്ട് കിടക്കാം. നേരത്തെ ഫംഗ്ഷൻ എഴുതിയേക്കുന്ന പോലെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അതിന് പ്രത്യേക മാറ്റങ്ങളൊന്നുമില്ല, ജസ്റ്റ് ആ രീതി തന്നെ ഫോളോ ചെയ്യുന്നു. കാരണം ഞാൻ പറഞ്ഞു റിയൽ യൂസിന് വേണ്ടി യൂസ് ചെയ്യുമ്പം ആ കേസസ് എന്താണോ അതിന് സിമിലർ ആയിട്ടുള്ള വേർഡ് ലെറ്റേഴ്സോ അല്ലെങ്കിൽ വേരിയബിൾ നെയിംസോ ഫംഗ്ഷൻ നെയിംസോ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഞാൻ നേരത്തെ അതേ കണ്ടീഷനെ യൂസ് ചെയ്തു. ബെസ്റ്റ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ എടുത്ത് അതിലോട്ട് -1 അസൈൻ ചെയ്തു. ഇനി നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെ രണ്ട് ലൂപ്പുകൾ കൺസിഡർ ചെയ്ത് എഴുതുന്നു. ഒന്ന് ഫോർ കെ ഇൻ കീബോർഡ്സിൽ ഓരോ വാല്യൂസിനെ എടുക്കാൻ വേണ്ടി കെ എന്നും, അതുപോലെ തന്നെ ഡ്രൈവ്സ് എന്ന് പറഞ്ഞ RASിലെ ഓരോ വാല്യൂസിനെ എടുക്കാൻ വേണ്ടി ഡി എന്നും പറഞ്ഞ് ഞാൻ കൊടുക്കുന്നു. ഇനി ഇതിൽ നമ്മൾ ടോട്ടൽ എടുക്കുകയാണെങ്കിൽ ടോട്ടൽ എന്ന് പറഞ്ഞ് ഞാൻ രണ്ട് വാല്യൂസിൻ്റെ സം എടുത്തു. നേരത്തെ നമ്മൾ എന്ത് വന്നാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ RAയിലോട്ട് ഡംപ് ചെയ്യുകയാണ് ചെയ്തത്. ഇവിടെ നമ്മൾ നമ്മുടെ കണ്ടീഷൻസ് ചെക്ക് ചെയ്തിട്ട് എങ്ങനെയാണോ സ്യൂഡോ കോഡിൽ എഴുതി അതുപോലെ തന്നെ എഴുതുന്നു. കണ്ടീഷൻസ് ചെക്ക് ചെയ്യുന്നു. ബെസ്റ്റ് രണ്ട് കണ്ടീഷൻസ് ആ കോമ്പിനേഷൻസ് ആൻഡ് ഓപ്പറേറ്റർ വെച്ചിട്ട് ആ കോമ്പിനേഷൻസിനെ നമ്മൾ ചെക്ക് ചെയ്യുന്നു. അപ്പം കോമ്പിനേഷൻസ് വരുമ്പോൾ രണ്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യുക. ഒന്ന് നമ്മുടെ ബഡ്ജറ്റിനേക്കാളും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണോ, ഒന്ന് ഇപ്പോൾ ഉള്ള ബെസ്റ്റ് വാല്യൂവിനേക്കാളും മുകളിലാണോ. ഈ രണ്ട് കണ്ടീഷൻസും മീറ്റ് ചെയ്താൽ മാത്രം നമ്മൾ നമ്മുടെ വേരിയബിളിലോട്ട് ഈ വാല്യൂവിനെ അസൈൻ ചെയ്യുന്നു. അങ്ങനെ ആ വാല്യൂലോട്ട് അസൈൻ ചെയ്തിട്ട് നമ്മൾ ഇതിനെ റിട്ടേൺ ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ എഡ്ജ് കേസസ് ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട് പഴയ പ്രോബ്ലത്തിലും. എഡ്ജ് കേസ് അവിടെ മാറുന്നില്ല. നമ്മൾ ഒപ്റ്റിമിസ്റ്റിക് ആണെങ്കിലും നോൺ ഒപ്റ്റിമിസ്റ്റിക് ആണെങ്കിലും എഡ്ജ് കേസസ് മാറുന്നില്ല, കാരണം ക്വസ്റ്റ്യൻ സെയിം അല്ലേ. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ വീണ്ടും പറയുന്നില്ല. നമ്മളിങ്ങനെ റിട്ടേൺ ചെയ്യുന്നു. പിന്നെ എഡ്ജ് കേസിൻ്റെ കേസ് വരുമ്പോൾ ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ എങ്ങനെ പോയാലും ഇപ്പം നല്ലൊരു വാല്യൂ വരുന്നില്ലെങ്കിൽ നമ്മുടെ -1 ആണ് റിട്ടേൺ ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി നമ്മുടെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ കോംപ്ലക്സിറ്റി ചെക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമുക്ക് നോക്കാം. രണ്ട് ലൂപ്പുകളാണ് നമുക്ക് വരുന്നത്. രണ്ട് ലൂപ്പുകൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? ഒന്ന് n×m, അപ്പോൾ ബിഗ് ഓഫ് n×m ആണ് വരുന്നത്. എങ്ങനെ പോയാലും നമുക്ക് ലൂപ്പുകൾ ഒരു പ്രശ്നം ഇവിടെ വരുന്നില്ല. പിന്നെ ലോഗിൻ്റെ പ്രശ്നം വരുന്നില്ല, കാരണം നമ്മളിവിടെ സോർട്ടിങ് മെത്തേഡ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പം ലോഗിൻ്റെ പ്രശ്നം നമുക്കിവിടെ വരുന്നില്ല. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഫൈനൽ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ബിഗ് ഓഫ് n×m എന്ന് പറഞ്ഞ് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യുന്നതാണ്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് സ്പേസ് കോംപ്ലക്സിറ്റി കൂടെ കൺസിഡർ ചെയ്യാം. മറ്റേ സാഹചര്യം വരുമ്പോൾ നമ്മൾ ഫ്രം ബിഗിനിങ് നമ്മൾ അറേസ് യൂസ് ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് ആകെ വേരിയബിൾസ് ആണ് വരുന്നത്. ഒന്ന് ബെസ്റ്റ് എന്ന് പറഞ്ഞ വേരിയബിൾ, പിന്നെ പറയുന്ന ടോട്ടൽ എന്ന് പറഞ്ഞ വേരിയബിൾ, അങ്ങനത്തെ വേരിയബിൾസ് വരുന്നതുകൊണ്ട് നമ്മൾ എങ്ങനെ പോയാലും ബിഗ് ഓഫ് 1 ആണ് നമുക്ക് സ്പേസ് ആയിട്ടും വരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ നോക്കിയാലും മറ്റേതായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ളൊരു സൊല്യൂഷൻ തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി അടുത്ത പ്രോഗ്രാം എഴുതുമ്പം ഇതുപോലെ തന്നെ കോംപ്ലക്സിറ്റി കൺസിഡർ ചെയ്തിട്ട് ഏറ്റവും ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് തന്നെ എഴുതാം.
അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻഡസ്ട്രിയൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റായിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം അതിനനുസരിച്ച് നമുക്ക് പുതിയത് എഴുതാം. ഓരോരോ ടിപ്സും ഇനി ഓരോരോ വേരിയബിൾസിനെ കുറിച്ച് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫംഗ്ഷൻസിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷനുമായിട്ട് ഓരോരോ ചെറിയ വീഡിയോകൾ വരാം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഡെവലപ്പേഴ്സ്.